പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മളൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 35 കൊല്ലമായി ഒട്ടനവധി കുട്ടികൾക്ക് എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അഥവാ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ എൻ്റെ എളിയ വായനയിൽ നിന്നും ലോക നിരീക്ഷണത്തിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള സംവാദങ്ങളിൽ നിന്നും ഒക്കെ ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും മനസ്സിലിങ്ങനെയുണ്ട്. 4 നൂറ്റാണ്ടോളം എത്തുന്ന ഔദ്യോഗിക ജീവിതത്തിലുള്ള കുറേയധികം അനുഭവങ്ങളുണ്ട്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കാർഷിക വൃത്തിയിലേർപ്പെട്ട് പല മേഖലകളിലും പരാജയപ്പെട്ട് പോകുന്ന കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചിന്തയിൽ നിന്നും ആലോചനയിൽ നിന്നും ചില കാര്യങ്ങളിൽ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ചില വീഡിയോകളിലൂടെ നിങ്ങളോട് സംവദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ പ്രകാശനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എഴുത്തിലൂടെയും വായനയിലൂടെ മഹാരഥന്മാരായ പ്രതിഭാശാലികളുടെ ചിന്തയുടെ ആഴം, ഗഹനത മനസ്സിലായി എന്ന് പറയുന്നില്ല, അതിലേക്ക് എത്താനുള്ള ഒരു എളിയ ശ്രമം നടത്തിയിട്ടുണ്ട്. എഴുത്തിലൂടെ എൻ്റെ മനസ്സിൽ ഊറിക്കൂടി വരുന്ന ചില ആശയങ്ങൾക്ക് പ്രകാശം പരത്തുന്നതിന് ഉള്ള ശ്രമം നടത്തി. ഇതിലൊന്നിലും കൃതഹസ്തനാണെന്നോ ജ്ഞാനമുള്ള ആളാണെന്നോ ഒരു കാരണവശാലും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല, അല്ലെങ്കിൽ കരുതുന്നില്ല. പൂർണ്ണനായ ഒരു മനുഷ്യനുമില്ല. നോ മാൻ ഈസ് പെർഫെക്റ്റ് എന്ന് പറയും പോലെ പൂർണ്ണനായ ഒരാളുമില്ല. പക്ഷേ അറിവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നിരന്തരമായ പരിശ്രമം, അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് വൈജ്ഞാനിക രംഗത്തുള്ള നിത്യനൂതനങ്ങളായ ആശയങ്ങളെ എപ്പോഴും സ്വാംശീകരിക്കാനുള്ളൊരു മനസ്സ് തുറന്നു പിടിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അതെത്ര ചെറിയ തോതിലാണെങ്കിലും അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ട് നമ്മളിലുള്ള അറിവിൻ്റെ അളവ് അതെത്ര ലഘുവായിരുന്നാലും അത് ലോപം കൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു മനസ്സുകൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഒരു കുട്ടി കവിത വേണമെന്ന് എൻ്റെ മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം വന്ന് ആവശ്യപ്പെട്ടു. അവരുടെ കൂട്ടുകാരുടെ അടുക്കൽ ക്ലാസ്സിൽ ചൊല്ലുന്നതിന്. ഞാൻ അല്പം എഴുതുകയൊക്കെ ചെയ്യുന്നയാളായതുകൊണ്ട് അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് അവളത് ചോദിക്കുന്നത്. ഇപ്പം കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ എന്താണ് പറയുന്നത്, പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരാശയം ഞാൻ ഒരു കുട്ടി കവിതയായിട്ട് എഴുതിയതാണ്. കൊതിയൻ പട്ടിക്കുട്ടനു കിട്ടിയ പൊതിയ തേങ്ങ കണക്കേയുള്ളൂ, അറിവിൻ തേനമൃതന്യനു നൽകാത്തൊരുവനിതറിയുക നാം. കൊതിയൻ പട്ടിക്കുട്ടനു കിട്ടിയ പൊതിയ തേങ്ങ കണക്കേയുള്ളൂ, അറിവിൻ തേനമൃതന്യനു നൽകാത്തൊരുവൻ ഇതറിയുക നാം. ഇത്ര എഴുതി കുഞ്ഞിൻ്റെ കൊടുത്തു. അവൾക്ക് ആദ്യം അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എൻ്റെ ആശയം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾക്കത് തൃപ്തികരമായി തോന്നി എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. കൊതിയൻ പട്ടിക്കുട്ടനു കിട്ടിയ പൊതിയ തേങ്ങ കണക്കേയുള്ളൂ, അറിവിൻ തേനമൃത അന്യനു നൽകാത്തൊരുവൻ ഇതറിയുക നാം. ഒരു പട്ടിക്കുട്ടിയുടെ കയ്യിൽ ഒരു പൊതിയാത്ത തേങ്ങ എടുത്തു കൊടുത്താൽ എന്ത് ചെയ്യുമത്?
അതിങ്ങനെ തട്ടി ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ നടന്ന് യാതൊരു പ്രയോജനവുമില്ലാതെ അത് എവിടെയെങ്കിലും കൊണ്ട് കളയും എന്നല്ലാതെ അതുകൊണ്ട് അതിൻ്റെ ഫലം ആസ്വദിക്കാൻ കഴിയുന്നില്ല. അതുപോലെയാണ് അറിവിൻ്റെ തേനമൃത് തൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാത്ത ഒരുവൻ്റെ അവസ്ഥ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിലുള്ള അറിവ് അത് എത്ര ചെറുതാന്നേലും അത് ലക്ഷ്യവേദിയായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം, ശുദ്ധമായ അറിവായിരിക്കണം. നമ്മുടെ അറിവ് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അവിടെ ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട്. ഈ ആധുനിക കാലത്ത് അറിവ് നിർമ്മിക്കപ്പെടുകയും ഒരു ലക്ഷ്യത്തിന് വേണ്ടി അറിവിനെ സൃഷ്ടിച്ച് ആ വഴിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ആ ലക്ഷ്യ സാക്ഷാത്കാരം നേടിയിട്ട് ആ അറിവിൻ്റെ സംക്രമണം അവിടെ തീരുന്ന തരത്തിലുള്ള ചില ആസൂത്രിത നീക്കങ്ങളുമുണ്ട്. കുട്ടികളെയൊക്കെ തന്നെ വലിയ വിധ്വംസക മേഖലകളിലേക്ക്, അരാജകത്വത്തിലേക്ക്, സർവനാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള കെടുമതികളായ ആളുകൾ അറിവ് ആർജിച്ചുകൊണ്ട് അവരെ ആകർഷിച്ച് ഇപ്പം മയക്കുമരുന്നൊക്കെ പോലെയുള്ള വിനാശകരമായ രാജ്യദ്രോഹം വരെ പോകുന്ന തരത്തിലുള്ള വിനാശകരമായ മേഖലകളിലേക്ക് യുവതലമുറയെ, കുട്ടികളെ തെളിച്ചു വിടുന്ന അത്തരത്തിലുള്ള അറിവ് സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അറിവ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും ദേശസ്നേഹപരവും മനുഷ്യസ്നേഹപരവും ഹൃദയാലുത്വമുള്ളതും കാരുണ്യപൂർണവുമായ സത്യാഭിമുഖ്യമുള്ള ശരിയായ പാതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ശുദ്ധമായ സൂര്യ തേജസ്സാർന്ന വെളിച്ചം പകരുന്ന അറിവാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു അറിവ് പകരാനാവുമെന്നുള്ള അമിതാവേശവും ആത്മവിശ്വാസവും എനിക്കില്ലെങ്കിലും ഒരു 10-35 കൊല്ലത്തിൽ പരം നീണ്ടുപോകുന്ന അധ്യാപന വൃത്തിയിൽ നിന്നും എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള എളിയ അറിവിൻ്റെ ശകലങ്ങൾ ഒരു വാക്കൂടെ പറഞ്ഞ് ഈ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഈ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കണം. മോഹൻദാസ് ടോക്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഭാഷ ആശയവിനിമയത്തിനുള്ള പ്രകാശനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. അപ്പം നമുക്കൊരു ത്രിഭാഷാ പഠന പദ്ധതിയാണുള്ളത്. മാതൃഭാഷ പഠിക്കണം, ദേശീയ ഭാഷ എന്ന നിലയിൽ ഹിന്ദി, അതുപോലെ തന്നെ ലോകഭാഷ എന്ന തരത്തിൽ ഇംഗ്ലീഷ്. പക്ഷേ എനിക്ക് ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി ഏറെക്കാലം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് ഭാഷാപരമായ പ്രയോഗവൈകല്യം കൂടാതെ, ഗ്രാമറ്റിക്കൽ എറർ കൂടാതെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിന് അവർ വളരെ പിന്നാക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേ ആർ വെരി വീക്ക് ഇൻ ദ ഫീൽഡ്. കാര്യത്തിൽ അവർ വളരെ പിന്നാക്കമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർക്ക് ഭാഷയുടെ പ്രയോഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി അവർ ആർജിച്ചിരിക്കേണ്ട ചില ഭാഷാ നിയമങ്ങൾ ഉൾപ്പെടുന്ന നമ്മൾ വ്യാകരണം എന്ന് പറയുന്ന ഗ്രാമർ. ഞാൻ ഒരിക്കൽ ഞെട്ടിപ്പോയി. പ്രീ ഡിഗ്രി എന്നാണ് ഞങ്ങളൊക്കെ അന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ക്ലാസ്, ഇപ്പോൾ +2 ഒക്കെ വന്നിട്ടെങ്കിലും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന 10-60ഓളം കുട്ടികളിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഗ്രാമർ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് കൃത്യമായി അറിയാവുന്നവർ വെറും 6 പേരാണ്. GRAMMAR എന്ന് പറയുന്നതിന് പകരം GRAMMER എന്ന് പറഞ്ഞവരാണ് ഏതാണ്ട് 10-45. അപ്പോൾ ഗ്രാമർ എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് പോലും കൃത്യമായി അറിയാതെയാണ് മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഈ ആംഗല ഭാഷ എന്ന് നമ്മൾ പറയുന്ന, വൈദേശിക ഭാഷ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഇംഗ്ലീഷിന് അതിപ്രധാനമായ ഒരു റോളാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ വിനിമയ ക്രമത്തിലുള്ളത്. അപ്പം ഭാഷാപരമായി ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള, ഗ്രാമറിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വളരെ സിംപ്ലിഫൈഡ് ഗ്രാമർ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നതിനുള്ള ശ്രമം കൂടി നമ്മുടെ ചാനലിലുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഞാൻ കൈകൂപ്പി അർത്ഥിക്കുകയാണ്. ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാവണം, മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാവണം, കമൻറ്റുകൾ ഉണ്ടാവണം. എല്ലാ രീതിയിലും സർവാത്മനാ നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് വീണ്ടും വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്.